നമസ്കാരം. ഇന്ന് മധ്യമരജു ദോഷത്തിൽ വിവാഹം കഴിച്ചാൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറയുന്നതിൻ്റെ അശാസ്ത്രീയത ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മധ്യമരജു ദോഷത്തിൽ പ്രത്യേകിച്ച് മധ്യമരജു മാത്രമല്ല, ഒരേ നക്ഷത്രത്തിൽ തന്നെ ഒരേ നക്ഷത്രത്തിൽ തന്നെ വിവാഹം കഴിച്ച സ്ത്രീയും പുരുഷൻ്റെയും ഗ്രഹനിലയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആ കുട്ടിയുടെ ഈ രണ്ട് പേരുടെയും കുട്ടിയുടെ മകൻ്റെ മാരേജിൻ്റെ കാര്യം അന്വേഷിക്കാൻ വന്നവരാണ്. പക്ഷേ എന്താണ് മധ്യമരജു, എന്താണ് ആ ദമ്പതിമാരിൽ, അതായത് ഹസ്ബൻഡ് ചോദിക്കുന്നത് അങ്ങനെയാണ്. പൂരാടം നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവമാണ്, ഭയങ്കര ദോഷമാണ്. മധ്യമരജു വന്നാൽ എന്താണ്, കല്യാണം കഴിച്ചാൽ എന്താണ്, അത് ഭാര്യയും ഭർത്താവും ആരെങ്കിലും ഒരാൾ മരിച്ചു പോവും, ഇതാണ് പറയുന്നത്. മരിച്ചു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദാമ്പത്യം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, പിന്നെ കല്യാണം നടത്തത്തില്ലല്ലോ. ഈ തരത്തിലുള്ള ഒരു പ്രവചനമാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ച് രണ്ട് പേരുടെ വിവാഹം നടന്ന് അവരുടെ ദാമ്പത്യ കാലവും കൂടി ശ്രദ്ധിക്കുക. 12/6/1968 ജനിച്ച പുരുഷ ജാതകമാണ്. 8:43 AM. ശുക്രദശ 15 വർഷം 10 മാസം 27 ദിവസം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലത്ത് തന്നെ ജനിച്ച ഒരാളാണ്. കർക്കിടക ലഗ്നത്തിൻ്റെ 2-ൽ വ്യാഴം, 3-ൽ കേതു, 2-ൽ വ്യാഴവും ഗുളികനുമുണ്ട്, 3-ൽ കേതു, 6-ൽ ചന്ദ്രൻ, അതേപോലെ 9-ൽ രാഹുവും ശനിയും നിൽക്കുന്നു. 7-ാം ഭാവാധിപൻ 9-ലാണ്, ഭാഗ്യസ്ഥാനത്താണ്. കൂടാതെ സൂര്യൻ ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു. കുജനും ബുധനും മിഥുനൻ രാശിയിൽ. ഇടവൻ രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഭാവാൽ 12-ലേക്ക് പോകുന്നു. ചൊവ്വയും ബുധനും 12-ലാണ്. ഈ ജാതകത്തിൻ്റെ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് ചൊവ്വ തന്നെയാണ്. 7-ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്തുമുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു, മിലിറ്ററിയിലായിരുന്നു, ഉയർന്ന പൊസിഷനിലിരുന്ന ഒരു വ്യക്തിയാണ്. 10-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. 10-ാം ഭാവാധിപനായ ചൊവ്വ 12-ലാണ്, ദൂരദേശത്തായിരുന്നു. ഒരുപാട് സ്റ്റേറ്റ്സിൽ, ഇന്ത്യയിലെ പല, സിക്കിമിൽ ഉൾപ്പെടെയുള്ള പല ശ്രീനഗറിലും ഒക്കെ ഉണ്ടായിരുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. പല കഷ്ടതകളും പീഡകളും ഒക്കെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഭാര്യയും കൊണ്ട് തന്നെയായിരുന്നു ഇവർ ഈ ദേശത്തെല്ലാം താമസിച്ചിരുന്നത് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ പൂരാട നക്ഷത്രം ഒന്നിച്ച് തന്നെയായിരുന്നോ നിങ്ങൾ താമസിച്ചിരുന്നേ? അതെ, ഒന്നിച്ച് തന്നെയായിരുന്നു. ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ അകന്ന് നിന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. മിലിറ്ററി കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് വന്നതിന് ശേഷം മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നും പറഞ്ഞു. ഇനി ഭാര്യയുടെ ജാതകം 2/1/1976 8:20 AM ട്രിവാൻഡ്രത്താണ് ജനിച്ചത്. അത് ശുക്രദശ 4 വർഷം 8 മാസം 23 ദിവസമാണ്. മകര ലഗ്നത്തിൽ ബുധനും അതേപോലെ 3-ൽ വ്യാഴം, 4-ൽ കേതു, 5-ൽ കുജൻ, 7-ൽ ശനി, 10-ൽ സർപ്പൻ, 11-ൽ ശുക്രൻ, 12-ൽ സൂര്യനും ചന്ദ്രനും. 7-ാം ഭാവാധിപൻ 12-ലാണ് എങ്കിൽ പോലും 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നാധിപൻ 7-ൽ നിൽക്കുന്നു. ആ കാരണം കൊണ്ടാകാം ഉത്തമമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായി. അതേപോലെ പരസ്പരം ലഗ്നം 7-ൽ വരുന്നതും ഒരു രണരണി ഭാവപ്പൊരുത്തം ഉത്തമമായിട്ട് വന്നു. കൂടാതെ രണ്ടുപേരുടെയും ചന്ദ്രൻ ഒരേ രാശിയിലാണ് നിൽക്കുന്നത്, അതും ശ്രദ്ധിക്കേണ്ട. നക്ഷത്രം പൂരാടമാണ്. അനുജന്മ നക്ഷത്രങ്ങൾ കൂടി കല്യാണം നടത്തിയാലും ഇതേപോലെ തന്നെ സമദശാകാലങ്ങൾ വരും. അതേപോലെ സമദശാകാലങ്ങൾ വന്നാൽ ഇവിടെ മുടക്കം, രജുദോഷം എന്ന് പറഞ്ഞിട്ട് മുടക്കും കല്യാണം, സമദശാകാലങ്ങൾ എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കും, ദശാസന്ധി എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കും. ഇതൊക്കെ വലിയ വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമല്ല. സമദശാകാലങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നാൽ പോലും ദശാനാഥന്മാർ അനിഷ്ടസ്ഥിതിയിലല്ലാത്തതിനാൽ
ദോഷം സംഭവിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടു പേർക്കും ചന്ദ്രദശ വന്നപ്പോഴും, രണ്ടു പേർക്കും ചൊവ്വാദശ വന്നപ്പോഴും, രണ്ടു പേർക്കും രാഹുദശ വന്നപ്പോഴും, ഇപ്പൊ രണ്ടു പേർക്കും വ്യാഴദശയാണ് നടക്കുന്നത്. രണ്ടു പേരുടെയും വ്യാഴദശാകാലം, രണ്ടുപേർക്കും ഉചിതമായ സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശാകാലം, ഇനി വരുന്ന രണ്ടുപേരുടെയും ശനിയുടെ ദശാകാലം ഉചിതമായ സ്ഥാനത്ത് നിൽക്കുന്ന, ഒരാൾക്ക് 9-ൽ നിൽക്കുന്നു, ഒരാൾക്ക് 7-ൽ നിൽക്കുന്നു. ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലം ദോഷമല്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരേ നക്ഷത്രം, പ്രത്യേകിച്ച് മധ്യമരജു, ഒരേ നക്ഷത്രം പോലും മറ്റേത് നക്ഷത്രമായാലും ചേർക്കുന്നതിന് ഭയപ്പെടും. അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ മധ്യമരജുവിൽപ്പെട്ട ഒരേ നക്ഷത്രം, മധ്യമരജുവിൽപ്പെട്ട ഒരേ നക്ഷത്രം, അതേപോലെ തന്നെ ദശാകാലം, സമദശാകാലം ഇവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വന്നു. എന്നിട്ട് പോലും ദോഷമുണ്ടായിരുന്നില്ല. കൂടാതെ ഈ മകൻ്റെ കല്യാണം ആലോചിക്കുകയാണ്. 26 വയസ്സായ ഒരു മകനുണ്ട്. ആ മകൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. മകൻ ജർമ്മനിയിലാണ്, എൻജിനീയറാണ്, MTech കഴിഞ്ഞ ഒരു കുട്ടിയാണ്. ആ കല്യാണത്തിൻ്റെ പ്രപ്പോസൽ നോക്കാനായിട്ട് വന്നപ്പോൾ കാലഘട്ടത്തിൻ്റെ വിവാഹകാലം ഇനി ഉണ്ടോ എന്ന് നോക്കുന്നതിൻ്റെ ഇടയിലാണ് അവരുടെ ക്രയനിലകൾ പരിശോധിച്ചത്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം അനുസരിച്ചിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പൂരാടമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആ കാലഘട്ടത്തിൽ അങ്ങനെ നോക്കിയിരുന്നില്ലാത്തത് കൊണ്ട് മധ്യമരജു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പോലും ആ സാറിന് അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. മധ്യമരജുവിൽ തന്നെ വിവാഹമായി. അതേപോലെ മധ്യമരജുവിൽപ്പെട്ട ഒരേ നക്ഷത്രത്തിൽ, അനുജന്മ നക്ഷത്രങ്ങൾ പോലുമല്ല, ഒരേ നക്ഷത്രം. കൂടാതെ ദശാകാലങ്ങൾ ഒന്നിച്ചു വന്നു. സമദശാകാലങ്ങൾ ദോഷമല്ല എന്നുള്ളതും, ഒരേ നക്ഷത്രത്തിൽ വിവാഹം കഴിച്ചാൽ ദോഷമല്ല എന്നുള്ളതും, അതേപോലെ തന്നെ മധ്യമരജുവിൽ വിവാഹം കഴിച്ചാൽ ദോഷമല്ല എന്നുള്ളതിനെയും സൂചിപ്പിക്കുന്ന 2 പേരുടെ ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്.